Hi guys, new day, new trade. ഇന്നത്തെ ദിവസവും ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് ആസ് യൂഷ്വൽ. ഈ മാസം ഈ വീക്കാന്നോ ഭയങ്കര കൺഫ്യൂസിംഗ് കാരണം ലെറ്റ്സ് സി ഇവിടെ എന്താ വെച്ചാല് 4 അവർ കണ്ടോ, വി ഗോട്ട് എ ബിഗ് റിജക്ഷൻ. മനസ്സിലായി, ഇവിടെ ഇൻവേഴ്സ് ആയി ആൻഡ് ഇറ്റ്സ് ഗോയിങ് ഇൻ ബുള്ളിഷ് ഓർഡർ ഫ്ലോ 4 അവർ ടൈം ഫ്രെയിം. മനസ്സിലായി, ബയാസിന് മേടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹയർ ടൈം ഫ്രെയിം ആണ് നല്ലത്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഇവിടെ റെസ്പെക്ട് ചെയ്തു, ഇവിടെ ഒരു വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് നൗ വി ഗോട്ട് ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അത് ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് ദിസ് തിങ് ഈ ക്യാൻഡിൽ ഇവിടെ വരെ പോകുന്നു. ഒറെൽസ് ഇതിപ്പോ എന്തും സംഭവിക്കാം. ലൈക്ക് ഒന്നാമത്തെ കാര്യം, ഞാനിത് റിവേഴ്സ് ആയി താഴത്തോട്ട് പോകുന്നെന്ന് വെച്ചാല് മാർക്കറ്റ് കണ്ടോ ഇത്രയും, ഐ മീൻ ഇത്രയും റിജക്ഷൻ ആയിട്ടുണ്ട്. സോ ഇറ്റ് മൈറ്റ് കം ഹിയർ ആൻഡ് ഗോ ദേർ. താഴെ പോയിട്ട് കുറച്ചും കൂടി സ്വീപ്പ് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ നേരെ ഇവിടെ പോയി ഹിറ്റായി ഇവിടെ പോയി നേരെ മേലോട്ട് പോകും. ഒന്നാമത്തത് ഇത് ഒരു റീട്രേസ്മെന്റ് ആയിട്ടുണ്ട്. ഓക്കെ, നാസ്ഡാക്ക് നാസ്ഡാക്ക് എനിക്ക് ഏറ്റവും പേടിയെന്ന് വെച്ചാൽ ഇത് ഇവിടെ സ്വീപ്പ് ഓൾറെഡി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ മേക്ക് എ എസ് എം ടി, ബെറിഷ് എസ് എം ടി. സോ ദാറ്റ്സ് ബാഡ്. ഇതൊക്കെ ഡീൽ ചെയ്യേണ്ടി നോക്കി. പ്രോപ്പർ ട്രേഡ് പോലും ഈ മാസം കിട്ടിയിട്ടുള്ള മര്യാദക്ക്, പക്ഷെ ഞങ്ങൾ ട്രേഡ് ചെയ്യാണ്ട്. ഓക്കെ, വാട്ട് എവർ, ഇതെടുത്ത് കളയാം. കാരണം നമുക്ക് ഓർഡർ ഫ്ലോ ബുള്ളിഷ് ആണല്ലോ. എന്തെങ്കിലും ചെയ്യൂ, ഇവിടെ ഹിറ്റ് ആവരുത്. എനിക്ക് അതേ താല്പര്യം. ഓ മൈ ഗോഡ്, അതല്ല ഇവിടെ തോന്നുന്നു. നിങ്ങൾക്ക് പിന്നെ ഈ സ്ട്രാറ്റജി ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കണത്, എന്താണ് സംഭവങ്ങളൊക്കെ, അതൊക്കെ ഞാൻ വീഡിയോ ഇറക്കുന്നുണ്ട്. എവറി സൺഡേ ഓരോരോ വീഡിയോ ഇറങ്ങും. അപ്പൊ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക. ഓക്കെ, ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട ഓരോന്നോരോന്നും വെച്ചിട്ട്. ഇപ്പൊ ഞാൻ ട്രെൻഡും പിന്നെ ഫെയർ വാലി ഗ്യാപ്പും ഇട്ടിട്ടുണ്ട്. സോ അടുത്തത് ഇൻവേഴ്സ് ഫെയർ വാലി ഗ്യാപ്പ്, ഗ്യാൻ ബോക്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. അതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യുന്നത്, ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബട്ട് നൗ 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 അയ്യോ, എനിക്ക് ഈ ഇവിടെ എത്തുവോ താഴെ പോകുമോ. എനിക്ക് നാസ്ഡാക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല കാണാനായിട്ട്. ലൈക്ക് ഇത് കണ്ടു, ഞാൻ സെമിഫൈനൽ ട്രേഡ് ചെയ്യണം ബൈ ദ വേ. ലൈക്ക് നാസ്ഡാക്ക് ഈസ് നോട്ട് ലുക്കിംഗ് ഗുഡ്. പറയാൻ പറ്റില്ല, ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ ഞാൻ പറഞ്ഞ മൈ ചേഞ്ച് ഇവിടെ. ലൈക്ക് ഒബ്വിയസ്ലി ഇത്ര എത്തിയല്ലോ, ഇത് താഴെ പോവോ അത്. ആലോചിച്ച് നോക്കി, ഇവിടെ എത്തുവോ മാർക്കറ്റ്. ഓക്കെ, ലെറ്റ് മീ സമ്മറൈസ്. മാർക്കറ്റ് ചെറിയ റീട്രേസ്മെന്റ് ഉണ്ടായി, ഇറ്റ് ഹാസ് ഗോൺ ഡൗൺ ആൻഡ് ഇറ്റ്സ് കമ്മിങ് അപ്പ്. ഓർഡർ ഫ്ലോ ബുള്ളിഷ്. S&P 500 is also bullish. ബെയറിഷ് ആണ് അപ്ലൈ ചെയ്യും. ഈ സംഭവം ബ്രേക്ക് ബോഡി ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം ബെയറിഷ് ആകുക. സോ ദാറ്റ്സ് വൈ ഐ എം ടേക്കിംഗ് ബുള്ളിഷ് ട്രേഡ്. ഐ മീൻ ബയാസ് ഇസ് ബുള്ളിഷ്. പിന്നെ അതേപോലെ തന്നെ വി ഗോട്ട് സ്ട്രോങ് ബുള്ളിഷ്, ഐ മീൻ പുഷ് അപ്പ്, ഐ മീൻ അത്രയും പവർഫുൾ ബുള്ളിഷ് മൂവ്മെന്റ് ടു എ സബ്സൈഡ്. പിന്നെ അതേപോലെ തന്നെ ഐ ഹേറ്റ് ദിസ് ഇൻവേഴ്സ് വാല്യൂ ഗ്യാപ്പ്. ഐ മീൻ പൊട്ടൻഷ്യൽ ഇൻവേഴ്സ് വാല്യൂ ഗ്യാപ്പ്, ബട്ട് നൗ ഇറ്റ്സ് ഹാസ് റിവേഴ്സ്ഡ്. എനിക്ക് ഈ സംഭവം ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ, അതായത് ഇപ്പൊ എന്തായാലും ഞാൻ എന്തായാലും ഒരു 10:30 വരെ ഉള്ളൂ. എന്തായാലും UTC മൈനസ് ഫോർ 9:37 അല്ലേ, 9:50 to 10:30 വരെയും ട്രേഡ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കത്തില്ല. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്കറ്റിനകത്ത് ആ ഒരു എന്താ പറയുക, വോളിയം കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു മണിക്കൂർ കൂടി ഉണ്ടാവും, ബട്ട് ആ സമയത്തൊക്കെ കൂടുതൽ മാനിപ്പുലേഷൻ ആയിരിക്കും. സോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകും, യു വുഡ് ബി ആൻ എക്സിറ്റ് ലിക്വിഡിറ്റി. സോ അത് കാരണം എനിക്കത് കാത്തേക്കാൻ പറ്റില്ല. 4 മണിക്കൂർ, I mean 3 മണിക്കൂർ, 3:30 മണി, 3 മണിക്കൂർ 22 മിനിറ്റ്.
ബട്ട് ഇത് ഇൻവേഴ്സ് ആയി കഴിഞ്ഞാൽ ഇവിടെ എത്തും. ലൈക്ക് യാ, കാരണം ഒന്നാമത്തെ മാർക്കറ്റ് ഇതുപോലത്തെ റീട്രേസ് ചെയ്തായിരുന്നു, മാനിപ്പുലേഷൻ ചെയ്തില്ല എനിക്ക് ഇട്ടായി. പക്ഷെ ഒരു SMT വലുത് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അതുമില്ല. ടഫ് ടഫ്. ഈ മാസം എങ്ങനെയാണെന്നറിയോ? ഈ മാസം നമുക്ക് ഏത് ഡയറക്ഷൻ കിട്ടണം കിട്ടുന്നത് ഒരു A+ സെറ്റപ്പ് അല്ല, പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഹൈ റിസ്ക് റിവാർഡ്, ഐ മീൻ റിസ്ക് റിവാർഡ് ഒരു ഐ മീൻ 1:2 1:3 ഒക്കെ എളുപ്പമായിട്ട് കിട്ടും. പക്ഷെ കിട്ടണം, അതാണ് ഏറ്റവും പാട്. മനസ്സിലായി? നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ഔട്ട് ആയിട്ട് നേരെ പോകും. ഇപ്പൊ ഞാൻ ട്രേഡ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം നേരെ വന്നിട്ട് ടെക്സിന് വന്നിട്ട് ഹിറ്റ് ചെയ്ത് മേലോട്ട് പോകും. ഇതും കൂടി ജയിച്ചാൽ മതിയായിരുന്നു. ഓ മൈ ഗോഡ്, ഈ ട്രേഡ് കൂടി ജയിച്ചാൽ മതിയായിരുന്നു. ആ ഇവിടെ തന്നെ, ഇവിടെ സ്വീപ്പ് ചെയ്യാം. ഐ ഹേറ്റ് ദിസ്. ഓക്കെ, there we go. Manipulation. Wow, that's good. Okay. നോക്കാം നോക്കാം. ചിലപ്പോൾ അത് ഷോർട്ടിന് എടുക്കുമായിരിക്കും മിക്കവാറും. ലൈക്ക് ഇറ്റ് മേക്ക് സെൻസ് വെൻ യു ഇങ്ങനത്തെ റിജക്ഷൻ വരുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ഷോർട്ട് എടുക്കും. കാരണം ലൈക്ക് നമുക്ക് അറിയാൻ പറ്റും മാർക്കറ്റ് എന്താ കാണിക്കുന്നത്. കുറെ റിജക്ഷൻ കണ്ടോ, ആ വിക്ക് കണ്ടോ പോണത്, ലൈക്ക് ബിഗ് 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 ബിഗ്. സോ ഇങ്ങനെ ആവുമ്പോൾ തന്നെ അതിനർത്ഥം താഴത്തോട്ട് പോകണമെന്നാണ്. ദിസ് ക്യാൻ മീൻ ടു തിങ്സ്. ഒന്നാമത്തത് ഈ ചെറുതായിട്ടൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ താഴത്ത് വരുന്നു, പിന്നെ മുകളിലോട്ട് പോകുന്നു. ഈ ഹൈ ടൈം ഫ്രെയിമിനകത്ത് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, വിഗ് ഫില്ലേഴ്സ്. സോ അതാവുമ്പോൾ തന്നെ ഇങ്ങനത്തെ റിജക്ഷൻ ഉണ്ടായാലും ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഇറ്റ്സ് ഗോണ കം റിവേഴ്സ് ആൻഡ് ഹിറ്റ് ഓൾ ദിസ് ഷോർട്ട്. ബട്ട് സം ടൈംസ് ഇതിങ്ങനെ വന്നിട്ട് അടുത്തത് ഈ ബിഗ് ഫില്ലാകും, പിന്നെ മുകളിലോട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ആസ് ഓഫ് നൗ യൂസ് ഒന്നുമില്ല, നോക്കിയാൽ ഓക്കെ റിവേഴ്സൽ. നോക്കണം നോക്കണം, എനിക്ക് താഴത്തോട്ട് എടുക്കണോ വേണ്ടോ വേണോ. സോറി, ഇൻറ്റൻസ്. എനിക്ക് തോന്നുന്നുണ്ടോ ലൈക്ക് ഇത്രയും താഴത്തോട്ട് വരണം, എന്നിട്ട് താഴത്ത് വരാൻ പറ്റുമോ? ലൈക്ക് ദർ ഇസ് നോ സ്വീപ്പ് ഓഫ് ലിക്വിഡ് ടുവേഴ്സ് ദ ഔട്ട്സൈഡ്. ഇവിടെയാണ് വരേണ്ടത്. മാർക്കറ്റിന് ഇത്രയും പോവാം, ഇത്രയും വരാം. ഓ മൈ ഗോഡ്, ഇത് ഒരു 50-50 ചാൻസ് ആട്ടോ. ബുള്ളിഷും ആകാം ബെയറിഷും ആകാം. കാരണം ലൈക്ക് ഓക്കെ, ചെറിയൊരു മാനിപ്പുലേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യേ. Come on, Nasdaq. Don't do this to me. ഇവിടെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് ഇൻഡിക്കേഷൻ. Nasdaq manipulate ചെയ്തു. Okay, fine, good. Which makes it an SMT with its lows, which indicates that it's going to go up. Let's go. Yeah. Okay. സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് കൺഫ്യൂസിങ് ആയിരിക്കണമെന്ന് വെച്ചാൽ ഈ ലോ ടൈം ഫ്രെയിം വരുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഇതൊക്കെ സ്വീപ്പ് ചെയ്യാം മാർക്കറ്റിന്. ഇറ്റ്സ് ഈസി. ബട്ട് ഓർഡർ ഫ്ലോ നോക്ക്, ഓർഡർ ഫ്ലോന് ഹയർ പെർസ്പെക്റ്റീവ്, ഐ മീൻ പ്രിഫറൻസ് ഉണ്ട്. സോ ഇവിടെ ഇറ്റ്സ് ബുള്ളിഷ്, താഴത്ത് പോയി സ്റ്റിൽ ബുള്ളിഷ്.
ഇവിടെയും ബുള്ളിഷ്, ഇവിടെയും ബുള്ളിഷ്. കണ്ടോ ഓർഡർ ഫ്ലോ മേലോട്ട് പോകുന്നുണ്ടോ? ലൈക്ക് ട്രെൻഡാണ്. ട്രെൻഡ് ഇസ് എ ഫ്രണ്ട്. ഓക്കെ, ഓക്കെ. ഇവിടെ സ്വീപ്പ്. But guys, as I promised, I will only take the trade after 9:50. So we need to wait. That is looking good. Oh my goodness. താഴത്തോട്ട് ഇനി കുറച്ചും കൂടി പോയിട്ട് മുന്നോട്ട് വരാം. ആകുമ്പോ തന്നെ കിടക്കും കിടക്കും കിടക്കും. ഇതേ പോകും. എത്ര SMT ആന്ന് നോക്കിയേ. Like, yeah, telling it's gonna go up, 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 up. But നീ ഒരു 5 ക്യാൻഡിലും കൂടി വേണം, 1 minute ക്യാൻഡിൽ. Then only I will take the trade. സോ ഈ സ്ട്രാറ്റജി ഒക്കെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾ ആ ഒരു പ്ലേലിസ്റ്റ് ഓരോന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ആകെ 2 വീഡിയോസ് ആയിട്ടുള്ളൂ. പയ്യെ ഇങ്ങനെ വീഡിയോ ഓരോന്ന് ഇറക്കും. അപ്പോൾ എല്ലാം കൂടെ ഒറ്റ വീഡിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മടി പിടിച്ചിരിക്കും, നിങ്ങൾ ബോറടിച്ച്. ഇത്ര അല്ലേ, ഇത്രയുണ്ട്. 3 candlestick ഫോർമേഷൻ, 1, 2 and 3. ഓ ഇച്ചിരി വലുതാണ്. S&P 500 എനിക്കൊരു തോന്നലുണ്ട് ഇത് മിക്കവാറും പൊട്ടുന്നതാണ് ഞാൻ. എന്താന്ന് വെച്ചാൽ മാതിരി ലൈക്ക്, ഓ ഓക്കെ ഓക്കെ, ഇവിടെ ഒരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ ക്യാപ്പ് ചെറുതായിട്ട് ഫോം ചെയ്തു. And as I told you, size doesn't matter in fair value gap. Oh my god, ഇത് ഇൻവേഴ്സ് ചെയ്ത് ഞാൻ എടുക്കോട്ടോ. കുറെ എടുത്ത് നോക്കാം. ഒയ്യോ അതിപ്പോ റെസ്പെക്ട് ചെയ്തു. ഓക്കെ, അഗ്രസീവ്. നോ, ലൈക്ക് റിസ്ക് വെച്ചിട്ടുണ്ട്. ഇതൊരു പോയിന്റ് ആയിരിക്കും, കാരണം പണി ഉണ്ടാവും. നോക്കാം നോക്കാം. TP1 ഇതായിരിക്കും. ബിക്കോസ് ഐ ഫീൽ ദാറ്റ് ലൈക്ക് സാധാരണ നമുക്ക് 1:1 കഴിഞ്ഞാൽ പിന്നെ ടേക്ക് ഫോർ എടുക്കണം നല്ലത്. ഇൻവേഴ്സ് ഇൻവേഴ്സ് ഇൻവേഴ്സ്. ഓ ഓക്കെ, ഡൺ. ഇത്ര റിസ്ക് ചെയ്തിട്ടുണ്ട്. എത്ര നിൽക്കുന്നുണ്ട്. ഇതായിരിക്കും. ഓ ഓക്കെ ഓക്കെ, കമോൺ TP1. ഓക്കെ, ഗിവ് മി ദാറ്റ് അഗ്രസീവ് ലുക്ക്, കമോൺ. അപ്പൊ ഞാന് ഇവിടെ വന്നൊരു ചെറിയൊരു പാർട്ണർഷിപ്പ് എടുക്കും, പിന്നെ ബ്രേക്ക് ഈവൻ ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടി ശരിയാ വന്നാൽ മാത്രം. ഇതിപ്പോ കറക്റ്റ് ആയിട്ട് 79% എക്സ്റ്റൻഷൻ ആയിട്ടുണ്ടോ? ഇല്ല, ദാറ്റ്സ് ബാഡ്. ഓക്കെ, അല്ല, ഓക്കെ. ബൂം, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ബാഡ്. അതാ ചെയ്യാൻ പോകണം. അവിടെ നിക്കണേണത്. ബ്രേക്കോ സ്ട്രക്ചർ ആയിട്ടുണ്ടോ? ഇല്ല. എനിക്ക് കുറച്ചും കൂടി സേഫ് ആയി തോന്നുന്നു. ഓക്കെ. ഇവിടെ ഉം, ഇത് കഴിഞ്ഞാൽ മതിയായിരുന്നു. കമോൺ. നോ.
ആ വൻ വെച്ച് കാണാം. ഇതിപ്പോ ഞാന് പൊട്ടിയ ഒരെണ്ണം എടുക്കും. അല്ലെങ്കിൽ ഓ ഓക്കെ ഓക്കെ aggressive. Yeah, I like that aggressive trade. Close to my TP1. കൂടുതൽ ഞാന് ടെക്സ്റ്റ് ഇടാം. കൂടുതൽ ഞാന് ഗ്രീഡിനെസ് കാണിക്കുന്നില്ല. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ the market has a chance to reverse. Okay, come on, don't do this to me. Hey, I hate you. Come on. Hmm. സ്വാഭാവികം. Okay. ആയിട്ടുണ്ട്. So what I do is I will close half of my position. So stop loss to break even. Yep. Profit, baby. Profit. Every day. So nothing. So today also is a win. Just to mark here. Let's watch. Let's watch. Good trade. ഇത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ഓക്കെ. മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് മേളിൽ പോവാം. ഞാൻ മിക്കവാറും ഈ ഓവർ കോൺഫിഡന്റ് ആയിട്ട് ഒരുമാതിരി ഒരു ദിവസം ഫുൾ പോട്ടിങ് കണ്ടോ. എന്നിട്ട് ഇങ്ങനെ തന്നോണ്ടിരിക്കണം എനിക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റീസ്. അവസാനം കണ്ടു സംഭവിക്കാൻ പോകുന്നത്. Let's go. ഇവിടെ ചലത്തോ. 1:8. Yo, let's go. Very high. എത്ര വെറുതെ 4.42. Yeah, that's enough, right? ഇപ്പോൾ എന്ത് വേണം? ഞാൻ കാര്യം ഇതല്ലോ എനിക്ക്. കമോൺ മാൻ, പാർട്ടേഴ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി മേളോട്ട്. ഓ മൈ ഗോഡ്. പാസ്റ്റ് ടു ട്രേസ് മാൻ. എനിക്ക് ലൈക്ക് പാസ്റ്റ് ടു ട്രേസിനകത്ത് കുറച്ചും കൂടി റിസ്ക് ചെയ്താൽ മതി എന്നുണ്ടായി. ബട്ട് ഐ മീൻ ഐ നീഡ് ടു സ്റ്റേ ടു വിത്ത് മൈ റൂൾ, റൈറ്റ്? സോ ആ റിസ്ക് റിവാർഡ് എനിക്ക്, ഐ മീൻ റിസ്ക് മാനേജ്മെന്റ്. ഇതെനിക്ക് ഒരു ചാൻസ് കൂടുതൽ ഇവിടെ എത്താനായിട്ട്. സോ ഷുഡ് ഐ ടേക്ക് വൺ മോർ ട്രേഡ്? ഞാൻ റിസ്ക് ലെസ് എടുത്തു. ഭയങ്കര റിസ്ക് കുറച്ചായിരുന്നു. But I won. Win is a win. Hmm. Wow. Should I take one more trade? Hmm? Hmm?
ഞാൻ good. മതി ഇത്രയൊക്കെ മതി. എനിക്ക് എന്താന്ന് വെച്ചാ അറിയട്ടെ. ഓ, ഉള്ളതും കയ്യിൽ നിന്ന് പോകും. You got this Valley Gap, this Valley Gap to get respected. ഇതൊക്കെ കഴിഞ്ഞ് താഴത്തോട്ട് പോകുവോ? Oh my God. Oh my shit. ശരിയാവില്ല. ഉം. ഇത് റെസ്പെക്ട് ചെയ്തു. Like, this is just wild. എടുക്കണോ ഗൈസ്? എടുക്കണോ? So guys, if you're liking this, please like and subscribe. Looking good, but I need to wait. എടുക്കണമെന്നുണ്ട്. പക്ഷെ പോരെ. ഇതിപ്പോ കണ്ടോ? നമ്മുടെ സ്റ്റോപ്പ് ലോസ് അത്യാവശ്യം ദൂരത്താ. സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. ബട്ട് യു നോ. ഓ, ഓക്കെ. Oh yes. It's coming to right here. ഈ ഒരു ഫേവലിക്ക് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി അല്ലേ? സൈസ് ഡസൻ മാറ്റർ. കമോൺ ഫീൽ ദിസ്. അത് വലിയൊരു കോൺഫിഡൻസ് ആയിരിക്കും. സോ അടുത്ത ട്രേഡ് എടുക്കുവാണെങ്കിൽ ഇതുവരെ ഞാൻ കുറച്ച് റിസ്ക് കൂട്ടും ഞാൻ. ഹൈ റിസ്ക്. ബിക്കോസ് ഇത് ഭയങ്കര കുറഞ്ഞ റിസ്ക്. ദാറ്റ്സ് വൈ.
ഇപ്പൊ കണ്ടല്ലോ. ഓ മൈ ഗോഡ്. കുഴപ്പമില്ല. നല്ലതാ. ഓവർ കോൺഫിഡൻസിന്റെ ഒരു പ്രശ്നമാണിത്. ഐ ഫെയിൽഡ്. ഞാൻ ഇവിടെ വെച്ചെടുത്താണല്ലോ. ഷൂ താഴത്തോട്ടൊന്ന് സ്വീപ്പായി. ഈ ആകെയുള്ളത് ഇപ്പൊ ഈ സാധനം ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടായി. ബട്ട് ടുഡേ ഇറ്റ്സ് ഗോയിങ് ടു ഗോ ഡൗൺ മാൻ. Yep, stop loss. I mean, yeah, stop loss it. Yep, today was a wrap. ഇന്ന് ഞാൻ പൊട്ടി. Greediness. Ah, come on, man. Okay. So, thanks for watching.